ഡോക്ടർ പദവി MBBSകാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും മെഡിക്കൽ ബിരുദമുള്ളവർക്ക് മാത്രമായി ഡോക്ടർ പദവി നിയമപരമായി നീക്കിവെച്ചിട്ടില്ലെന്നും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്കും ഡോക്ടർ പദവി പേരിനൊപ്പം ചേർക്കാമെന്നും ഹൈക്കോടതി. മെഡിക്കൽ ബിരുദമുള്ളവർക്ക് മാത്രമായിട്ട് അങ്ങനെ നിയമപരമായി അത് നീക്കി വെച്ചിട്ടില്ല എന്ന് ഹൈക്കോടതി. ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്കും ഡോക്ടർ എന്ന് ഉപയോഗിക്കാം എന്നാണ് ഈ ഡോക്ടർ എന്ന പദവി MBBSകാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റുകളും ഇനിമേൽ ഡോക്ടർമാരോ? ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്നത് ഈ ഒരു ഡോക്ടർ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥത്തെ തന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ടോ? ഹോസ്പിറ്റലുകളിൽ മുതൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു OP കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മാനേജ്മെൻറ്റുകൾ തുടങ്ങാൻ സാധ്യതയുണ്ടോ? ഡോക്ടർമാർ എന്ന് വിളിക്കപ്പെടുന്നവരാരാണ് യഥാർത്ഥത്തിൽ? നമുക്കൊന്ന് ഈ വിഷയത്തെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട കോടതി വിധിയെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്കഷനാകാം. ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ കോടതി വിധിയുടെ മുമ്പിലാണ് ഈ ഒരു ചർച്ച വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ഹൈക്കോടതി ഡോക്ടർ എന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ അവരുടെ പേരിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്നത് ബാൻ ചെയ്തുകൊണ്ടുള്ള ഓർഡറിനെ പിൻവലിക്കുകയും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർക്ക് പ്രൈമറി കൺസൾട്ടേഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പടിയും കൂടെ കൂടുതൽ ഫിസിയോതെറാപ്പിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, ഹോസ്പിറ്റലുകളിൽ വരാൻ പോകുന്ന വലിയൊരു മാറ്റമുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പല ഡിസ്കഷനുകളിലും ഇത് സജീവമായി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി നമ്മൾ ഹോസ്പിറ്റലിൽ OP കൺസൾട്ടേഷന് വേണ്ടിയിട്ട് മാസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കൺഫ്യൂഷൻസ് വളരെയധികം ബിൽഡായിട്ടുണ്ട്. കാരണം പ്രൈമറി കൺസൾട്ടേഷൻ ഫിസിയോതെറാപ്പിസ്റ്റിന് റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കോടതി അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഒരു ചോദ്യം, ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ന്യൂസ് ചാനലുകൾ, പലപ്പോഴും അത് ന്യൂസ് വളരെ ദിവസങ്ങൾ വൈകിട്ടാണ് ചാനലുകൾ ഇതൊരു സബ്ജക്റ്റായിട്ട് പോലും തിരിച്ചറിയുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കുമ്പോൾ ഡോക്ടർ എന്നത് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്കും ഒക്കെ കൊടുക്കുമ്പോൾ എന്തോ വലിയ മഹാ അപരാധം സംഭവിച്ചു എന്ന രീതിയിലൊക്കെ കമൻറ്റുകൾ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടു. പേഷ്യൻസ് ഉടനെ തന്നെ അങ്ങ് ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് വേറൊരു തലത്തിലാണ്. കാരണം രോഗികൾക്ക് ഇതൊരു ചതിയാണോ വഞ്ചനയാണോ, എങ്ങനെയാണ് ഇതിനെ നമ്മൾ തിരിച്ചറിയുക? ഈ ഡോക്ടർ എന്ന പദം എവിടുന്നാണ് വന്നത്? യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ തിയോളജി പഠിപ്പിച്ചിരുന്ന പാതിരിമാർ 13-ാം നൂറ്റാണ്ടിലൊക്കെ അത്തരത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയതാണ്. ഡോക്ടർ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പണ്ഡിതൻ എന്നാണ്, മറ്റൊരാളിനെ പഠിപ്പിക്കാൻ കഴിവുള്ള ആൾ. അപ്പോൾ ആ അർത്ഥത്തിൽ നോളജ്ഡ് പേഴ്സൺ, മറ്റുള്ളവരെ പഠിപ്പിക്കത്തക്ക വിധത്തിൽ അറിവുണ്ടാക്കിയ ആൾ എന്ന അർത്ഥത്തിലാണ് ഡോക്ടർ, അല്ലാതെ വൈദ്യൻ എന്ന അർത്ഥമല്ല. ഫിഷകരൻ, നമ്മൾ വൈദ്യൻ എന്ന അർത്ഥത്തിൽ ഡോക്ടർ എന്നത് ഉപയോഗിച്ചു തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ്. അവിടെയും ഡോക്ടറാകാൻ പോകുന്നവരെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലുള്ള ഒരു കോഴ്സൊക്കെ ക്രമീകരിക്കപ്പെട്ട് വന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അപ്പോഴവരെ പഠിപ്പിക്കുന്ന ഡോക്ടർമാരെയാണ് ഡോക്ടർ എന്ന അളവിൽ അന്ന് വിളിച്ചിരുന്നത്. പിന്നീട് സാധാരണ ജനം എല്ലാ നമ്മളുടെ ചികിത്സകരെയും വൈദ്യന്മാരെയും അങ്ങനെ വിളിച്ചു തുടങ്ങി. അതിൽ ചില കമൻറ്റുകൾ ഇങ്ങനെ കണ്ടത്, ഇനി നാളെ മുതൽ വൈദ്യന്മാരെ ഡോക്ടർ എന്ന് വിളിക്കുമല്ലോ എന്ന്. യഥാർത്ഥത്തിൽ വൈദ്യന്മാരെയാണ് ഇന്ന് നമ്മൾ ഡോക്ടർ എന്ന് പൊതുവെ വിളിക്കുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള നോളജ്ഡ് പേഴ്സൺസിനെ, നമ്മൾ ഡോക്ടറേറ്റ് എടുത്തവരെ ഒക്കെ ഡോക്ടർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചികിത്സകരെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് അങ്ങനെ വിളിക്കുന്നത്. ആ ചികിത്സകരെ വിളിക്കുമ്പോൾ അവിടെ എന്തിനാണ് ലിമിറ്റേഷൻ? ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ അസുഖ പ്രകൃതിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള, അതിനെ ആ മാനിപ്പുലേഷനിൽ കൂടെ കറക്റ്റ് ചെയ്തെടുത്ത് മനുഷ്യൻ്റെ സുഖജീവിതത്തിന് തയ്യാറാക്കാനായിട്ട് കഴിവുള്ള ഏതൊരാളിനെയും ഡോക്ടർ എന്ന് വിളിച്ചുകൂടെ? സ്വാഭാവികമായും നമുക്കത് മനസ്സിലാകുന്ന ഡോക്ടർ ദ ഡോക്യുമെൻറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. അത് വെർബായിട്ട് അവിടെ ഡോക്ടർ ഉപയോഗിക്കുമ്പോൾ മാനിപ്പുലേറ്റിംഗ് കണ്ടന്റ് എന്നതാണ്. അവിടെ ഒരു വ്യാജമായ സംഭവം അവതരിപ്പിക്കുന്നതിനെയാണ് ഡോക്ടർ ദ ഡോക്യുമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡോക്ടർ എന്നത് അത്ര വലിയ പരിപാവനമായി എടുത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധാരണ മരുന്ന് എഴുതാൻ കഴിയുന്ന ആളിന് മാത്രം ഉപയോഗിക്കേണ്ടതല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഫാംഡിക്കാരെ ഡോക്ടറായിട്ട് തന്നെയാണ് വിളിക്കേണ്ടത്. അവിടെയും നമുക്ക് ഒരുപാട് തർക്കങ്ങളുണ്ടല്ലോ. കാരണം ഈ MBBS പഠിക്കുന്നത് പോലെ തന്നെ വളരെ നീണ്ട കാലം
വിശദമായ പഠനങ്ങൾ നടത്തിയാണ് ഫാം ഡി ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്നത്, ഡോക്ടർ ഫാർമക്കോളജി. സോ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസും തർക്കങ്ങളും വളരെ കാലമായിട്ടുണ്ട്. പക്ഷേ കോടതി വിധിയിൽ നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായി കിട്ടിയ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇനി മുതൽ ഔട്ട് പേഷ്യൻ്റ് കൺസൾട്ടേഷന് ഫിസിയോതെറാപ്പിസ്റ്റുകളെ പെർമിറ്റ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ചികിത്സകരുടെ ഡേറ്റാ ബാങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളെയും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകളെയും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു റിസർവ്ഡ് ഫോർ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പേഴ്സൺസ്, അത് മെഡിസിനൊക്കെ എഴുതി പ്രിസ്ക്രൈബ് ചെയ്ത്, അത് മാത്രമല്ലല്ലോ ട്രീറ്റ്മെൻറ്റ്, പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു റിസർവേഷൻ ഇല്ല എന്നാണ് കോടതി വ്യക്തമായിട്ട് ആ ഓർഡർ മൊത്തം വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. സോ ഒരു മനുഷ്യൻ്റെ സുഖകരമായ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അയാളെ സഹായിക്കുന്ന അതിനാവശ്യമായ പഠനമുള്ള റെഗുലറായിട്ട് അത് തൊഴിലായി ചെയ്യുന്നവരെ ഡോക്ടർ എന്ന പ്രീഫിക്സിൽ വിളിക്കാം എന്നാണ്. അതോടുകൂടി തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഔട്ട് പേഷ്യൻ്റ് കൺസൾട്ടേഷനിൽ ഇവരും എത്തിപ്പെടും ഡയറക്റ്റായിട്ട്. നേരത്തെ റെഫറൻസ് വെച്ച് മാത്രമാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഡയറക്റ്റ് പേഷ്യൻ്റ് കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും എന്നൊരവസ്ഥയൊക്കെയാണ്. അതിൽ നിന്നും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് അതൊരു വലിയ ന്യൂസാണ്, വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഡോക്ടർമാർക്കും വലിയ ന്യൂസ് തന്നെയാണ്. കാരണം പലപ്പോഴും ഒരു സാധാരണ ഫിസിയോതെറാപ്പിയിൽ പോയാൽ കഴിയുന്ന കാര്യങ്ങൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ട് അത് ആ ഡോക്ടറുടെ വിലപ്പെട്ട സമയം പലപ്പോഴും പാഴാക്കുന്ന ഒരു സംഭവമൊക്കെ ഒ പി ഡിയിലുണ്ട്. ഇനി അത് ആവശ്യമില്ല, ഡയറക്റ്റ് ഫിസിയോതെറാപ്പിയിൽ കൂടെ കഴിയാവുന്ന കാര്യമാണെങ്കിൽ നേരെ അങ്ങോട്ട് പോകാം. അപ്പോഴും നമ്മൾ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രോസ് റെഫറൻസും കൺസൾട്ടേഷനും നടക്കുന്ന പോലെ തന്നെ ഇവിടെയും അതിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോടതി വിധി നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറേ അധികം കാലം നീണ്ടു നിന്ന പല കൺഫ്യൂഷൻസിനും സൊല്യൂഷനായിട്ടുണ്ട്. ഡയറക്റ്റ് ഇവർക്ക് ക്ലിനിക്കൽ നോട്ട്സ്, ഇൻഫർമേഷൻസ്, ഇനിഷ്യൽ അസസ്മെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒഫീഷ്യലി തന്നെ ചെയ്യാനും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നതിനും ഇത് വളരെ ഉപകാരപ്രദമായൊരു ഡിസിഷനാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഹോസ്പിറ്റലുകളിൽ പേഷ്യൻ്റെ റെക്കോർഡ് കുറച്ചുകൂടെ സുതാര്യമാകുന്നതിനും പേഷ്യൻസിന് ഡയറക്റ്റ് വേണ്ടി വന്നാൽ ഒരു ഫിസിയോതെറാപ്പി അല്ലെ ഒക്കുപേഷണൽ തെറാപ്പി കൺസൾട്ടേഷൻ എടുക്കുന്നതിന് സഹായകമായ ഒരു കോടതി വിധിയാണ്.